പാലക്കാട് കല്ലടിക്കോട് രണ്ടുപേരെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. മരുതുംകാട് സ്വദേശി ബിനുവിനെയും പ്രദേശവാസിയായ നിതിനെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന്റെ സമീപത്തു നിന്ന് നാടൻ തോക്കും കണ്ടെത്തിയിട്ടുണ്ട്. നന്ദഗോപാൽ ചേരുന്നുണ്ട്. നന്ദഗോപാൽ, ഇപ്പോൾ പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ എന്ത് സംഭവിച്ചുവെന്നാണ്? നിലവിൽ ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ ഭാഗത്ത് ഒരു യുവാവിൻ്റെ മൃതദേഹം കിടക്കുന്നത് കണ്ടത്. പ്രദേശവാസിയായ ബിനുവിൻ്റെ മൃതദേഹമാണ് രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് സമീപത്ത് തന്നെ ഒരു നാടൻ തോക്കും കണ്ടെത്തുകയായിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ബിനു വെടിയേറ്റ് മരിച്ചതാണ് എന്ന സ്ഥിരീകരണം ഉണ്ടായത്. പക്ഷേ കൂടുതൽ പരിശോധനയിൽ ഈ ബിനുവിൻ്റെ മൃതദേഹം കിടന്നതിന് സമീപത്തായി തന്നെയുള്ള വീട്ടിൽ മറ്റൊരു മൃതദേഹം കൂടെ കണ്ടെത്തുകയായിരുന്നു. പ്രദേശവാസിയായ നിതിൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. നിതിനും ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ വെടിയേറ്റ് മരിച്ച് കിടക്കുകയായിരുന്നു. പക്ഷേ ഈ പ്രദേശവാസികൾക്ക് ഈ കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണങ്ങളോ കൂടുതൽ വിവരങ്ങളോ ഒന്നും തന്നെ നൽകാനില്ല. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ആർക്കും തന്നെ വലിയ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. മൃതദേഹം കിടക്കുന്നത് കണ്ടാണ് ആളുകൾ ഈ വിവരങ്ങളൊക്കെ തന്നെ, ഇത്തരത്തിലൊരു സംഭവം നടന്ന കാര്യങ്ങളൊക്കെ തന്നെ അറിയുന്നത്. ഏതായാലും ഇവിടേക്ക് പോലീസ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ നേതൃത്വത്തിൽ പരിശോധനകൾ നടക്കുകയാണ്. പ്രാഥമികമായി ലഭിച്ച ഒരു വിവരമനുസരിച്ച് ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ് എന്നുള്ളത് അറിയുന്നു. അതിൽ തന്നെ ഈ നിതിനും ബിനുവും തമ്മിൽ മറ്റു ചില ഇടപാടുകളുണ്ടായിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിൽ ബിനു നിതിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം സ്വയം വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന ഒരു വിവരം. പക്ഷേ ഇത് പോലീസിൻ്റെ പ്രാഥമികമായ ഒരു നിഗമനം മാത്രമാണ്. ഈ കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. ഇത് കുറച്ച് ഉൾപ്രദേശമാണ്, വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അധികം ആൾ സമ്പർക്കമൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു അപകടം നടന്ന സമയത്ത് ഈ ഭാഗത്തൊന്നും തന്നെ ആളുകളില്ലായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ MLA ശ്രീമതി ശാന്തകുമാരി ചേരുന്നുണ്ട്. MLA, എന്താണ് സംഭവിച്ചതെന്നാണ് അറിയുന്നത്?